Hi, hello everyone, it's me CA Sanjay. First of all, hearty congratulations to each one of you who were able to clear this attempt. സോ നമ്മുടെ റിസൾട്ടൊക്കെ വന്നു, ഒരുപാട് പേര് പാസ്സായിട്ടുണ്ട്, ഒരുപാട് പേർക്ക് റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ പാസ്സായവർ ഇപ്പം ഭയങ്കര സന്തോഷത്തിലാണെന്ന് അറിയാം. മേ ബി നിങ്ങളെ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ഇപ്പം അല്ലേ? യെസ്. സോ നിങ്ങളിപ്പം ഭയങ്കര ബിസി ആയിരിക്കും, ഒരുപാട് ഫോൺ കോൾസ് വരുന്നുണ്ട്, ഒരുപാട് കൺഗ്രാറ്റുലേഷൻ മെസ്സേജസ് വരുന്നുണ്ട്, നിങ്ങളുടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസിന് മെസ്സേജ് അയക്കുന്ന തിരക്കിലായിരിക്കും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്. ഇനിയിപ്പോൾ നിങ്ങൾ ഭയങ്കര തിരക്കിലാണ്, ലൈക്ക് ഒരു ഗ്രൂപ്പ് പാസ്സായവരാണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിന് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ടാവും, രണ്ട് ഗ്രൂപ്പ് പാസ്സായവരാണെങ്കിൽ ആർട്ടിക്കൽഷിപ്പ് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ടാവും. അതേസമയത്ത് ആർട്ടിക്കൽഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ ഇനി CA ഫൈനൽസ് ആണ് നിങ്ങൾ. അപ്പോൾ CA ഫൈനൽസിന് വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റിലും പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാം. ഇപ്പോഴല്ലെങ്കിലും മേ ബി വിത്തിൻ 2 to 3 days നിങ്ങൾ ഈ പ്രിപ്പറേഷനൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും എന്ന് എനിക്ക് ഊഹിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അഗെയിൻ hearty congratulations to each one of you who were able to clear this attempt. കാരണം നിങ്ങളുടെ ഈ സക്സസ് ചെറിയൊരു സക്സസ് അല്ല, വലിയൊരു സക്സസ് തന്നെയാണ്. നിങ്ങളുടെ ഒരുപാട് കഷ്ടപ്പാടുകൾ നിങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് നിങ്ങളിപ്പം അനുഭവിക്കുന്നത്. സോ വൺസ് അഗെയിൻ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ചെയ്യും. അതേ സമയത്ത് പാസ് ആകാത്തവർക്ക് വേണ്ടിയിട്ടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ CA സഞ്ജയ് ഒരു ഫെയിലർ ആയിരുന്നു. ഇന്റർമീഡിയറ്റിൽ ഞാൻ ഫെയിൽ ആയിട്ടുണ്ട്, CA ഫൈനലും ഞാൻ ഫെയിൽ ആയിട്ടുണ്ട്. ഐ എം നെവർ എവർ എ ഫസ്റ്റ് അറ്റംപ്റ്റ് CA പാസ്സായ ഒരു വ്യക്തിയല്ല. CA പാസ്സാവണമെന്ന് ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാവണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയിട്ടില്ല. സോ ഇന്റർമീഡിയറ്റ് ആയാലും ഞാൻ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് എടുത്തിട്ടുണ്ട്, CA ഫൈനലായാലും ഞാൻ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് എടുത്തിട്ടുണ്ട്. സോ ഓരോ അറ്റംപ്റ്റും തോൽക്കുന്ന സമയത്തും എനിക്ക് ആകെ ഒരു കാര്യമേ നിങ്ങളോട് പറയാറുള്ളൂ. നമ്മൾ ജയിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ടാവും, നമ്മുടെ സന്തോഷം പങ്കിടാൻ ഒരുപാട് ആളുകളുണ്ടാവും, നമ്മൾക്ക് കൺഗ്രാറ്റുലേഷൻസും നമ്മളെ അനുമോദിക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ തോൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും എപ്പോഴും, അല്ലേ? അത് മാത്രമല്ല, നമ്മൾ ആരടുത്താണോ നമ്മൾ ഏറ്റവും ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ടാവുക, അവരുടെ അടുത്തായിരിക്കും നമ്മൾ ചില സമയത്ത് കുത്തുവാക്കളും കേൾക്കുന്നുണ്ടാവുക. മേ ബി നമ്മുടെ സ്വന്തം പാരൻസിനടുത്തും നമ്മുടെ ഫ്രണ്ട്സിനടുത്തും നമ്മൾ കേൾക്കുന്നുണ്ടാവും, അവൻ കളിച്ച് നടന്നുകൊണ്ടാണ് അവൻ ഫെയിൽ ആയത്, അവൻ ചുറ്റി നടന്നുകൊണ്ടാണ് ഫെയിൽ ആയത്, മര്യാദക്ക് പഠിക്കാത്തത് കൊണ്ടാണ് ഫെയിൽ ആകുന്നത്. നമ്മുടെ സിറ്റുവേഷൻ ഈ ഒരു മൊമെന്റിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ബട്ട് വൺ തിങ് ലെറ്റ് മീ ടെൽ യു വെരി ക്ലിയർലി ദാറ്റ് കംബാക്ക് ഈസ് ഓൾവേസ് സ്ട്രോങ്ങർ ദാൻ സെറ്റ് ബാക്ക്. നമ്മുടെ ഒരു കംബാക്ക് തന്നെയാണ്. നമുക്ക് ഒരു കംബാക്ക് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്കറിയാം ICAയുടെ പുതിയ എക്സാം പാറ്റേൺ കാരണം ഇപ്പോൾ നിങ്ങൾ എത്രത്തോളം തല കുനിച്ചിരിക്കുന്നുണ്ടോ, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരു പക്ഷേ ആഘോഷിക്കുന്നുണ്ടാവും അവരുടെ വിജയം. നിങ്ങൾക്കും നിങ്ങളുടെ വിജയം ആഘോഷിക്കാൻ വേണ്ടി വെറും 3 മാസം മാത്രമേ ഉള്ളൂ. ഇനി 2 മാസം കഴിഞ്ഞാൽ പരീക്ഷയുണ്ട് സെപ്റ്റംബറിൽ, അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാൽ വീണ്ടും റിസൾട്ട് വരും. വെറും 3 മാസം കൊണ്ട് ഇതേ ദിവസം നിങ്ങൾക്ക് വീണ്ടും റിക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതുപോലെയല്ല, ഫെയിൽ ആയിട്ടായിരിക്കില്ല, പക്ഷെ നിങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ ചെലവഴിക്കുന്ന ഒരു നിമിഷമായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇത് ഒരു 3 മാസം കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ദിവസം വീണ്ടും വരും. സോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ പ്രയത്നിക്കാൻ തുടങ്ങണം. പക്ഷെ അതായത് ഞാൻ പറഞ്ഞു വന്നത്, after every failure we have to sit down and we have to note down where we have made the mistakes. നമ്മൾ ഓരോ തവണ ഓരോ എക്സാമിന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. മേ ബി നമ്മൾ ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ ടോപ്പിക്സിൽ നിന്നായിരിക്കും ചിലപ്പോൾ പരീക്ഷയൊക്കെ വന്നിട്ടുണ്ടാവുക. പിന്നെ നമ്മുടെ തലവര എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ സ്കിപ്പ് ചെയ്യുക ആ ടോപ്പിക് ആയിരിക്കും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടാവുക. സോ നമ്മൾ ഉണ്ടാക്കിയ മിസ്റ്റേക്സ്, ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്. ആരൊക്കെയോ പറഞ്ഞതുപോലെ ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്. നമ്മൾ ഉണ്ടാക്കി വെച്ച മിസ്റ്റേക്സ് അതൊക്കെ നോട്ട് ഡൗൺ ചെയ്യുക. ആ മിസ്റ്റേക്സിൽ നിന്ന് വേണം നിങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണോ നിങ്ങൾ ഉണ്ടാക്കി വെച്ച മിസ്റ്റേക്സ് അവിടെ നിന്ന് നിങ്ങൾ തുടങ്ങുക. അങ്ങനെ നിങ്ങൾ തുടങ്ങിയിട്ട് ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ, അത് ഇന്നല്ല എങ്കിൽ നാളെ മുതലെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ആം വെരി ഷുവർ ദാറ്റ് 3 months ശേഷം വീണ്ടും ഒരു റിസൾട്ട് ദിവസം വരും. അന്ന് നിങ്ങളായിരിക്കും മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. സോ ജസ്റ്റ് വൺ മോർ തിങ് ഐ വോണ്ട് ടു ടെൽ ടു യു, ലൈക്ക് സെറ്റ് ബാക്ക് ഇസ് നത്തിങ് ബട്ട് സെറ്റ് അപ്പ് ഫോർ യുവർ കം ബാക്ക് എന്നാണ്. നമ്മൾ ഓരോ തവണ നമ്മൾ തോൽവികൾ നേരിടുന്ന സമയത്ത് ആ തോൽവികളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് വീണ്ടും ഒരു കംബാക്കിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നിങ്ങൾ ഇപ്പോൾ പോകുന്ന ഫേസ് എനിക്കറിയാം, നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ധാരണയൊന്നും വേണ്ട. നിങ്ങളുടെ കൂടെ എല്ലാ ഫാക്കൽറ്റീസ് ഉണ്ടാവും. സോ ആസ് എ ഫാക്കൽറ്റി എൻ്റെ സബ്ജക്റ്റിൽ എങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് ഞാൻ സഹായിക്കേണ്ടത് അതിനെക്കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് എ ന്യൂ വീഡിയോ how I can help you in my subjects like auditing as well as SM. So anyway, so don't give up. CA ജേർണി ഇങ്ങനെ തന്നെയാണ്. CA ജേർണി എല്ലാവർക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജേർണി അല്ല. അങ്ങനെ എല്ലാവർക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് CA എങ്കിൽ ഇതിന് വില ഉണ്ടാവില്ല. അത് തന്നെയാണ് ഈ CAയുടെ ബ്യൂട്ടിയും. സോ CA ജേർണി ഈസ് ലിറ്റിൽ ഡിഫിക്കൽട്ട്, അല്ല അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടാണ്. ബട്ട് പ്ലീസ് നെവർ ഗിവ് അപ്പ്. Please try once more. Okay, so signing off, CA Sanjay. Thank you.